റോഡുകളുടെ കാര്യത്തിൽ വളരെ പരാജയമാണ് പാണഞ്ചേരി പഞ്ചായത്തിൽ. UDF അധികാരത്തിൽ വരും, ഈ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാണഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ UDFിൻ്റെ നേതാവും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറുമായ ബാബു തോമസ് ആണ് ഇന്ന് പ്രൈം ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ബാബു തോമസ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് പാണഞ്ചേരി പഞ്ചായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുമുമ്പ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ഈ മേഖലയിൽ ജനങ്ങൾക്ക് സുപരിചിതനാണ്. 2015 മുതൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് 2026 വരെ കഴിഞ്ഞ ഒരു ദശാബ്ദം LDF ആണ് പാണഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്നത്. 2015 9 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 2020 അത് 5 സീറ്റുകളായിട്ട് കുറയുകയും ചെയ്തു. അങ്ങനെ LDF പാണഞ്ചേരിയിൽ തുടർ ഭരണം നേടി. അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ തുടർ ഭരണം ഇനി ആവർത്തിക്കില്ല, UDF തന്നെ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് പാണഞ്ചേരി UDF ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേകമായ വിലയിരുത്തലും കാഴ്ചപ്പാടുകളുമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ബാബുച്ചേട്ടൻ, തുടർഭരണം ഇനി LDFന് അനുവദിക്കില്ല, UDF പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും എന്ന ഈ ഉറച്ച വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഭരണസമിതി ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു സത്യം ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിൽ ജീവനുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പലവിധമായ പദ്ധതികളും ഇന്ന് പൂർണ്ണമായി നിശ്ചലമായിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ജലനിധി പദ്ധതി കഴിഞ്ഞ UDF ഭരണകാലത്ത് കൊണ്ടുവരികയും 2000 കുടുംബങ്ങൾക്ക് ശുദ്ധജലം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത് കൊണ്ടുവന്നത്. ആ പദ്ധതി പൂർണ്ണമായി വിജയിക്കുകയും പീച്ചി ഡാമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് തന്നെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി പൂർണ്ണമായി വിജയിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ആ പദ്ധതി പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പീച്ചി ഡാമിൽ നിന്ന് എടുക്കുന്ന വെള്ളം ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടി തൊട്ട് താഴത്ത് മയിലാട്ടുംപാറ പ്ലാന്റിൽ എത്തുന്ന സ്ഥലത്ത് പ്ലാന്റിൽ നിന്ന് എത്തിക്കുകയും ആ പ്ലാന്റിൽ നിന്ന് ശുദ്ധി ചെയ്ത വെള്ളമാണ് നമ്മൾ ടാങ്കിലേക്ക് എത്തിച്ച് ടാങ്കിൽ നിന്നാണ് വീടുകളിലേക്ക് അത് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ആ ശുദ്ധജല നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി പഞ്ചായത്തിൽ നിലച്ചു പോയിരിക്കുകയാണ്. കാരണം അവിടെ ഒരു പാലം പണിതപ്പോൾ ഒരു പൈപ്പ് പൊട്ടിപ്പോവുകയും ആ പൈപ്പ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരു പഞ്ചായത്ത് 2000 കുടുംബങ്ങളുടെ കുടിവെള്ളം മുടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആ പ്ലാന്റിൽ നിന്ന് മോട്ടർ അടിച്ചുകൊണ്ടിരുന്ന ആ മോട്ടർ കളവ് പോയി. അത് ആരാണ് എടുത്തുകൊണ്ട് പോയത്, എന്താണ് എടുത്തുകൊണ്ട് പോയതെന്ന് കുറിച്ചൊരു അന്വേഷണം പോലും ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. മോട്ടർ കളവ് പോയി, പക്ഷേ ആ കളവ് പോയത് ആരാണ് കൊണ്ടുപോയത്? അവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർക്ക് പോലും അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ഭരണസമിതിയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്തിനു പറയുന്നു, ഇന്ന് കാട് പിടിച്ച് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ കിടക്കുന്ന ആ ശുദ്ധജല പദ്ധതി ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. അത് പൂർണ്ണമായി നിശ്ചലമായിരിക്കുന്നു. UDF ഇപ്പോൾ പഞ്ചായത്ത് ഭരണത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഇപ്പോൾ ബാബുച്ചേട്ടൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ വലിയൊരു തകർന്നു പോയ അല്ലെങ്കിൽ നിലച്ചുപോയ, അനാസ്ഥ കൊണ്ട് തകർന്നു പോയ ഈ ഒരു പ്രൊജക്റ്റിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. 2000 കുടുംബങ്ങളല്ല, അതിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുവാൻ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് ജലനിധി പദ്ധതി. ആ പദ്ധതി തുടർന്ന് കൊണ്ടുവരുവാനായിട്ട് UDF അധികാരത്തിൽ വന്നാൽ അത് തുടർ നടപടിയായി കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആളുകൾക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് ചെയ്തിരിക്കും. ഈ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ
സംയുക്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണല്ലോ നമ്മുടെ ജൽജീവൻ മിഷൻ. അപ്പോൾ ഈ ജൽജീവൻ മിഷൻ എല്ലായിടത്തും അതിൻ്റെ പദ്ധതി എത്തുന്നതോടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷേ പഞ്ചായത്തിൽ ഇതുവരെയും ജലജീവൻ മിഷൻ പദ്ധതി പൂർണ്ണമായി എല്ലായിടത്തും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുകയൊന്നും ചെയ്തിട്ടില്ല. ജലനിധിയുടെ വെള്ളം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ പ്രത്യേകിച്ച് പീച്ചി വാർഡിലും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്? ജൽജീവൻ പദ്ധതി വന്നപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ജലനിധി നിന്ന് പോയെങ്കിലും ജൽജീവൻ പദ്ധതിയിൽ കൂടി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിച്ചു കൊടുക്കാം എന്നുള്ളൊരു സന്തോഷം, ഒരു ആത്മവിശ്വാസം ജനപ്രതിനിധികളായി ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഡിസംബർ മാസത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും എന്നുള്ള വാഗ്ദാനമാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഭരണസമിതി അവിടെ പറഞ്ഞതും. അപ്പോൾ ഡിസംബർ മാസത്തോടുകൂടി മുഴുവൻ ആളുകൾക്കും ഈ ജൽജീവൻ പദ്ധതി പ്രകാരം 10 പൈസ പോലും മുടക്കില്ലാതെ എല്ലാ വീട്ടിലേക്കും വെള്ളം എത്തിക്കുന്ന പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെയായിട്ട് ഇത് വെള്ളം എത്തിക്കണമെങ്കിൽ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം പാലക്കുന്ന് പ്രദേശത്തൊരു ടാങ്ക് പണിത് ആ ടാങ്കിൽ എത്തിച്ചതിന് ശേഷം വേണം വെള്ളം മറ്റുള്ള ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കണമെങ്കിൽ. പക്ഷെ പാലക്കുന്ന് ടാങ്ക് പണിയുന്നതിന് വേണ്ടി സ്ഥലം എടുത്തിട്ട് വർഷങ്ങളായി. നാളിതുവരെയായിട്ട് അത് ടാങ്ക് പണിയുന്നതിനുള്ള യാതൊരു പദ്ധതിയും നാളിതുവരെയായിട്ട് ചെയ്തിട്ടില്ല. ഇവർ ചെയ്തത് നമുക്ക് സുഗമമായി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നതും ജനങ്ങൾ യാത്ര ചെയ്തിരുന്നതുമായ റോഡുകൾ മുഴുവൻ അതൊരു സൈഡ് പൊളിച്ച് പൈപ്പ് ഇട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം വെള്ളം ഒട്ടും എത്തിയുമില്ല, പഞ്ചായത്തിലുള്ള മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതാക്കി കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ പോയിട്ട് ഏത് മാസത്തിൽ ആളുകൾക്ക് വെള്ളം എത്തിക്കുമെന്ന് നാളിതുവരെയായിട്ട് യാതൊരു വിധമായ തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. UDF അധികാരത്തിൽ വന്നാൽ വരും, UDF അധികാരത്തിൽ വരും, ഈ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യജീവി സംഘർഷം, കാട്ടാന ആക്രമണം തുടങ്ങിയൊക്കെ. ഇപ്പോൾ പീച്ചി വാർഡിൽ തന്നെ മയിലാട്ടുംപാറയും തെളിക്കുഴിയും ഈ മേഖലകൾ മുഴുവൻ തന്നെ കാട്ടാന പ്രശ്നം നേരിടുന്ന ഒരു വിഷയമാണ്. ഈ കാട്ടാന ആക്രമണത്തെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും നടപ്പിലായിട്ടുണ്ട്? പീച്ചി മേഖലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാർഷിക മേഖലയാണ് ഈ പ്രദേശം പീച്ചി. അതുപോലെ തന്നെ താമരവള്ളച്ചാൽ ഇങ്ങനെ വരുന്ന പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെ നാളിതുവരെയായിട്ട് പല പ്രാവശ്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, ഇവിടെ ഫെൻസിങ്, സ്ട്രോങ് നല്ല ഫെൻസിങ് വലിച്ച് ഈ കാട്ടാനയും മറ്റു മൃഗങ്ങളും കടക്കാതിരിക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് എല്ലാ മീറ്റിങ്ങുകളിലും ആവശ്യപ്പെട്ടാലും നാളിതുവരെയായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കൃഷി നശിക്കുന്നവർക്ക് അത് അവർക്ക് ആവശ്യമായ ഒരു ശാശ്വത പരിഹാരം, ആ കർഷകരെ സഹായിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് പഞ്ചായത്ത് അതിൽ ഇടപെട്ടിട്ടുമില്ല, എന്നാൽ സർക്കാരിനോട് അതിന് നിർദ്ദേശം കൊടുത്തിട്ടുമില്ല. സർക്കാർ നാളിതുവരെയായിട്ട് അതിനുവേണ്ടി ഒരു ഫണ്ട് ചെലവഴിച്ചിട്ടുമില്ല. എല്ലാ മാസവും ഫോറസ്റ്റ് ഓഫീസിൽ മീറ്റിംഗ് വിളിക്കാറുണ്ട്. ഈ മൃഗശല്യത്തിന്, ഈ മൃഗങ്ങളെ എങ്ങനെ നമുക്ക് വന്യജീവി മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മൾ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാ മാസവും മീറ്റിംഗ് വിളിക്കാറുണ്ട്. പക്ഷെ ആ മീറ്റിങ്ങിൽ വാർഡിലെ പ്രതിനിധി എന്നുള്ള, വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പല പ്രാവശ്യവും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ പരിഹാരം കണ്ടെത്താമെന്ന് പറയും, ആ പിറ്റത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ അതിന് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ മൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു നിർദ്ദേശം വെച്ചിരുന്നു. എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പതിമുഖം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പതിമുഖം നമുക്കെല്ലാവർക്കും അറിയാം, അത് വളരെയധികം ഉൾപ്പടർപ്പോടുകൂടി വളർന്നു വരുന്ന ഒരു സാധനമാണ് പതിമുഖം. ആ പതിമുഖം നമ്മുടെ വനമേഖലകളോട്, ജനവാസ മേഖലയും വനവുമായിട്ടുള്ള വനാതിർത്തിയിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം വീതിയിൽ, പിന്നെ എത്രയാണോ 1/2 കിലോമീറ്ററും വീതിയിൽ ഈ സാധനം വെച്ച് പിടിപ്പിച്ച് ജനങ്ങൾക്ക് അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത രീതിയിൽ അത് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ആനയല്ല, യാതൊരു മൃഗങ്ങൾക്കും ഇപ്പുറത്തേക്ക് കിടക്കാൻ സാധിക്കില്ല. അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട് 2 കൊല്ലമായി. നാളിതുവരെയായിട്ട് അതൊന്ന് പരീക്ഷിക്കാൻ പോലും
വനംവകുപ്പോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതികളോ ഇതിന് നടപടി എടുത്തിട്ടില്ല. അത് പരീക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ പീച്ചി ഡാം. ഇപ്പോൾ ചെറിയ പ്രാദേശികമായി ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ പീച്ചി ഡാമിൽ ഇപ്പോഴും വാഗ്ദാനങ്ങളല്ലാതെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ നിവേദനങ്ങളോ ഒരു UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം പീച്ചി ഡാമിനെ സംരക്ഷിക്കണമെന്നും ഇവിടെ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കണമെന്നും ഇവിടെ തൊഴിലവസരം സൃഷ്ടിക്കണമെന്നും പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെടുകയും നിവേദനം കൊടുത്തിട്ടുമുള്ളതാണ്. എന്നാൽ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ പീച്ചി ഡാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ടെന്ന് ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഈ പീച്ചി ഡാമിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവ് തീരെ കുറഞ്ഞു. പീച്ചി ഡാമിലേക്ക് ഒരു ആകർഷണമില്ലാത്ത രീതിയിൽ പീച്ചി ഡാമാകെ കാട് പിടിച്ച് കിടക്കുകയാണ്. വന്നു പോകുന്നവൻ അബദ്ധത്തിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പീച്ചി ഡാം മാറിക്കഴിഞ്ഞു. അത് വർഷാവർഷം പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ വർഷാവർഷം ആ പുല്ലുകൾ വെട്ടി നീക്കുകയോ കളപറിക്കുകയോ നല്ല പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുകയോ അതിന് ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഇവിടെ വികസനത്തിന് ഈ പീച്ചി ഡാം വികസിപ്പിച്ചെടുക്കാവുന്നത് പോലെ അടുത്ത ഒരു ഡാമുകൾക്കും അതിനുള്ള ഒരു സംവിധാനമില്ല. പീച്ചി ഡാമിൽ കോടികൾ മുടക്കി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം മലമ്പുഴയെക്കാട്ടിലും മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാട്ടിലും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുവാനും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനും അവർക്ക് ഇവിടെ വന്ന് പാർക്കുന്നതിനൊക്കെ സൗകര്യം ഉള്ളൊരു സ്ഥലമാണ് പീച്ചി. പക്ഷേ എല്ലാ വർഷവും ഫണ്ട് കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു പുല്ലിൻ്റെ നാമ്പ് പോലും അവിടുന്ന് വെട്ടിക്കളയുവാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം, കാട് പിടിച്ച് പാമ്പ് കയറി മേയുന്നൊരു സ്ഥലമായിട്ട് പീച്ചി ഡാം ഇപ്പം മാറിയിരിക്കുകയാണ്. പീച്ചിയിൽ ഇപ്പോൾ ഈ സമീപകാലത്തായിട്ടൊരു കുട്ടവഞ്ചി സവാരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ. അത് കുഴപ്പമില്ലാതെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ പീച്ചിയിലെ മറ്റ് സൗകര്യങ്ങൾ വളർന്നിട്ടില്ല. അതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം പീച്ചിലേക്കുള്ള റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? താഴേക്ക് മയിലാട്ടുംപാറ ഭാഗത്ത് വെക്കുന്ന റോഡിന്റെ സ്ഥിതി അത് കുറെ കാലമായിട്ട് റിപ്പയറിൽ കിടക്കുകയാണ്. ഇതുവരെ അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതിലെന്തെങ്കിലും നടപടി ഉണ്ടാവും അടുത്ത കാലത്ത് തന്നെ? പീച്ചി ഡാമിൻ്റെ റോഡിനെ സംബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അതിൻ്റെ റോഡ് നിർമ്മാണങ്ങളൊക്കെ നടക്കേണ്ടത്. പല പ്രാവശ്യവും ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ ഓഫീസിൻ്റെ മുമ്പിൽ സമരം നടത്തുകയും നിവേദനം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിപ്പുറം ആയിട്ടുണ്ട് ഒരു മിറ്റിൽ വിരിച്ചു പോയിട്ടുണ്ട്. മിറ്റിൽ വിരിച്ചു പോകല്ലാതെ നാളിതുവരെയായിട്ട് അത് ടാർ ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നാളിതുവരെ സാധിച്ചിട്ടില്ല. അത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ്. പല പ്രാവശ്യം ഇറിഗേഷൻ എയും AXC ആയിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും അടുത്ത ആഴ്ച വരും, അടുത്ത ആഴ്ച ചെയ്യുമെന്ന് പറയും. എന്താണ് ഇതിൻ്റെ തടസ്സമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. റോഡും ഇല്ലാതെയായി, ഉള്ള റോഡുകൾ തോടായി കിടക്കുന്നു. ഒരു ഓട്ടോറിക്ഷക്കാരന് ഉപജീവനം കഴിക്കാൻ അവൻ ഒരു ഓട്ടോറിക്ഷ മേടിച്ചിട്ട് അത് ഓടിച്ചിട്ട് അവന് ഉപജീവനം കഴിക്കാൻ പറ്റാത്തൊരു സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും പ്രധാനപ്പെട്ട ഏതൊക്കെ മേഖലകളിലാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി ഇടപെടേണ്ടിയിരുന്നത് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട മേഖലകളെന്ന് പറയുമ്പോൾ ജനവാസ മേഖലകളിൽ റോഡുകളുടെ കാര്യം തന്നെ എടുത്തു നോക്കുമ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി സഞ്ചാരയോഗ്യമായി വാഹനങ്ങൾക്ക് കൃത്യമായി ഓടാനും അതിന് സഞ്ചാരയോഗ്യമായ ഒരു റോഡുകളുമില്ല. റോഡുകളുടെ കാര്യത്തിൽ വളരെ പരാജയമാണ് പാണഞ്ചേരി പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് വെള്ളവും റോഡും കറണ്ടും അങ്ങനെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ വരുന്ന റോഡുകളായാലും മറ്റുള്ള പാലങ്ങളായാലും അതിനൊക്കെ യാതൊരു മുൻതൂക്കവും കൊടുക്കാതെ പാണഞ്ചേരി പഞ്ചായത്ത് പിന്നോട്ട് പോയി. റോഡുകളൊക്കെ നന്നാക്കി റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ പഞ്ചായത്തിന് ഒരു മുൻനിരയിലേക്ക് കുതിച്ച് ഉയരാമായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ഓരോ വർഷം കഴിയുന്തോറും അടിത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ കാണുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു വികസനവും പഞ്ചായത്ത് നടത്തിയിട്ടില്ല ഇതുവരെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പുതിയതായിട്ട് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ പല റോഡുകളും ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും പലതും പൊട്ടിപ്പൊളിയുന്നൊരവസ്ഥയുണ്ട്.
ഈ 6 മാസം കഴിയുന്നതിന് മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞ നമുക്ക് മാരായിക്ക റോഡ്, അതുപോലെ തന്നെ ഇവിടെ കണ്ണാറേന്ന് മറ്റേ വീണ്ടശ്ശേരിക്ക് പോകുന്ന റോഡ്, അങ്ങനെ പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ റോഡുകൾ പണിത് 1 മാസം തികയുന്നതിന് മുമ്പ് മഴ വന്ന് ഒലിച്ചുപോയ റോഡുകളാണ് കൂടുതലുള്ളത്. അതെന്താണ് അതിൻ്റെ കാരണമെന്നും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്നും പഞ്ചായത്തിൽ ഇതുവരെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആളുകളെ വിളിച്ച് അത് വീണ്ടും പുനർനിർമ്മിക്കാനുള്ള പദ്ധതികളൊന്നും നാളുവരെ ചെയ്തിട്ടില്ല. ഇന്നും ആ റോഡ് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തുകയാണ്. അത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ടെലിവിഷൻ ചർച്ചയിൽ ഇങ്ങനെ പാണഞ്ചേരി പഞ്ചായത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപ്പാറയാണ് അത് ഉന്നയിച്ചത്. പാണഞ്ചേരി പഞ്ചായത്തിൽ പ്രത്യേകിച്ചും വെലങ്ങന്നൂർ വാർഡിൽ 32ഓളം അർഹതപ്പെട്ട കുടുംബങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം വരികയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ അവസ്ഥ എന്നുള്ളൊരു അന്വേഷണമോ ഇടപെടലോ നടന്നിട്ടുണ്ടോ? പാണഞ്ചേരി പഞ്ചായത്തിലെ അതിദരിദ്രരെ ഇനിയും ദരിദ്രർ പഞ്ചായത്തിൽ ഉണ്ടാവരുതെന്നുള്ള രീതിയിലുള്ളൊരു സംവിധാനം കൊണ്ടുവരികയും അങ്ങനെ ഓരോ വാർഡുകളിലും പ്രത്യേകം അംഗൻവാടികളെയും അതുപോലെ തന്നെ കുടുംബശ്രീകളെയും വെച്ചുകൊണ്ട് തന്നെ ആശാവർക്കർമാരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഓരോ വാർഡുകളിലും അതിദരിദ്രരായി ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല, അന്നാമത്തേക്ക് ഉപജീവനത്തിന് മാർഗമില്ലാതെ ആരോരും ആശ്രയിക്കാനില്ലാത്ത ആളുകളെ കണ്ടുപിടിക്കാനും രോഗികളായി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കണ്ടുപിടിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതിദരിദ്രരെ കണ്ടുപിടിക്കുന്ന ഒരു സർവേ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സർവേയിൽ ആകെപ്പാടെ പാണഞ്ചേരി പഞ്ചായത്തിലെ 76 പേരാണ് 23 വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, അതിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വിലങ്ങന്നൂർ വാർഡിലെ ആരും ഉൾപ്പെട്ടിട്ടില്ല, താമരവള്ളച്ചാൽ വാർഡിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ പല വാർഡുകളിലും അതിദരിദ്രർ ഇല്ല എന്നുള്ള തീരുമാനത്തിലെടുത്തു. പക്ഷെ നമുക്കറിയാം എല്ലാ വാർഡുകളിലും അതിദരിദ്രർ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പീച്ചി വാർഡിൽ നിന്ന് 9 പേരെയാണ് നമ്മൾ അതിദരിദ്രരുടെ കുടുംബത്തിലേക്ക്, അവരുടെ പദ്ധതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. വീടില്ലാത്തവരുണ്ടായിരുന്നു, അവർക്ക് മരുന്ന് മേടിക്കാൻ പ്രാപ്തിയില്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെ പലവിധമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ അവരെ ഒരു 9 പേരുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തു. ആ 9 പേരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ 4 പേർക്ക് വീട് ഇല്ലാത്ത ആളുകളായിരുന്നു. ആ 4 പേർക്കും വീട് കിട്ടി. അതുപോലെ മരുന്ന് മേടിക്കാൻ ചികിത്സയ്ക്ക് പണമില്ലാത്തവരും വളരെയധികം ബുദ്ധിമുട്ടുന്നവരും ഉപജീവന മാർഗത്തിന് അന്നാന്നത്തേക്കുള്ള മാർഗം കണ്ടെത്താൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് മരുന്നിനുള്ള പൈസയും അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ, ഇപ്പോഴും ഒരാൾ വന്ന് കിറ്റിൻ്റെ കാര്യം ചോദിക്കുന്നത് കേട്ടുള്ളൂ. ആ കിറ്റ് എന്ന് പറയുന്നത് അവർക്ക് മാസം തോറും ഒരു കിറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ ഒരു കിറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചായത്ത് അല്ല അത് ചെയ്യുന്നത്, ആശ്രയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ആശ്രയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്രയും നാളും നമ്മൾ ഓരോ കോൺവെൻറ്റുകൾ മുഖേനയാണ് അവർ പഞ്ചായത്ത് ഓരോ കോൺവെൻറ്റിനെ സർക്കാർ ഏൽപ്പിക്കും, അവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ കോൺവെൻറ്റുകൾ ഓരോ വാർഡിനെ ഏറ്റെടുത്തേക്കായിരുന്നു. അങ്ങനെയാണ് എന്നെ പീച്ചി വാർഡ് ഏറ്റെടുത്തത് നമ്മുടെ വെലങ്ങന്നൂർ മറ്റേ ലത്തിൻ പള്ളിയുടെ കോൺവെൻറ്റാണ് നമ്മുടെ വാർഡിനെ ഏറ്റെടുത്തിരുന്നത്. അവർ കുറേ കാലങ്ങൾ അവരുടെ വകയായിട്ട് നമുക്ക് കിറ്റുകൾ നമ്മുടെ വാർഡിൽ എത്തിച്ചു. അങ്ങനെ 9 കുടുംബങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ വീടില്ലാത്തവർക്ക് വീടും മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തും ഭക്ഷണം ഒരുക്കാൻ പറ്റാത്തവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടും ആ 9 വീട്ടുകാരെ എൻ്റെ വാർഡിൽ, ഞാൻ നിലനിൽക്കുന്ന വാർഡിൽ നാളിതുവരെയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളുടെ ഇത് കൂടാതെ ചികിത്സയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും പദ്ധതികൾ വാർഡിൽ നടന്നിട്ടില്ലേ? ഇഷ്ടം പോലെ ഒട്ടനവധി ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തമല്ല, പലരോടും പറഞ്ഞ് അവർ സമ്മൻസുള്ള ആളുകളിൽ നിന്ന് മേടിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്ക് ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാത്തവർക്ക് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ വാർഡിലെ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിൽ അത്രയ്ക്ക് അവശത അനുഭവിക്കുന്ന ആളുകളെ
സഹായിക്കാനായിട്ട് പല സുമനസ്സുകളും അതിൽ സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളൊക്കെ പലർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുതെന്നുള്ള രീതിയിൽ, ഇപ്പം നമ്മളൊരു സഹായം ഒരാൾക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന രീതിയിലാണ് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒട്ടനവധി വീടുകൾ, ഇപ്പോൾ ഇവിടെ തന്നെയല്ല, ഞാൻ ഇതിനു മുമ്പ് മെമ്പറായിരുന്ന പല വാർഡുകളിലും അത്തരത്തിൽ ആ പ്രദേശത്തുള്ളവർ തരുന്ന പൈസ ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ കൊണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ കണ്ണാറ വാർഡിലായാലും ഇപ്പം ഞാനിപ്പോൾ പറയാലോ, ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്നും ജനങ്ങളുടെ ഉള്ളിൽ ഞാൻ വീണ്ടും വരണമെന്ന ആഗ്രഹം ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരോട് കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്നത്, ചെവി അറിയാതെ അവരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ജനങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്തണം, ഈ ജനങ്ങളുടെ ഇടയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം UDF 5 അംഗങ്ങളിൽ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പല വിഷയങ്ങളിലും മതിയായ രീതിയിൽ പ്രതിഷേധമുയർത്താനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ സാധിച്ചിട്ടുണ്ടോ? സത്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോയിരുന്ന് ഞങ്ങൾ 5 പേരാണ്. 5 പേര് ശക്തമായിട്ട് തന്നെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ 16 പേർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്കെതിരെ ശക്തമായിട്ട് അവർ എതിർപ്പാണ് പ്രകടിപ്പിക്കാറുള്ളത്. നമുക്ക് പറയാനുള്ളത്, അവരും ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിച്ചു ജയിച്ചു വന്നവരാണ്, ഞങ്ങളും ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിച്ച് ജയിച്ചു വന്നവരാണ്. നിങ്ങളൊരു പദ്ധതി തയ്യാറാക്കുമ്പോഴും ഒരു പദ്ധതി വിഹിതം അത് ഓരോ വാർഡുകളിലേക്ക് വീതിക്കുമ്പോഴും അത് ജനപ്രതിനിധികൾ എല്ലാവരും അവരവരുടെ വാർഡിൽ നിന്ന് വോട്ട് മേടിച്ച് വന്നവരാണ്. എല്ലാവർക്കും അത് ഒരുപോലെ അത് വിഹിതം കൊടുക്കണമെന്നൊക്കെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇന്നും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് കത്തിക്കുന്നതിൻ്റെ ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. പുതിയതായിട്ട് ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് ഒരു സംവിധാനമുണ്ട്. അതായത് ഭരണകക്ഷിയുടെ ആളുകൾക്ക് 20 ലൈറ്റ്, ഞങ്ങൾ 5 മെമ്പർമാർക്ക് 10 ലൈറ്റ്. അപ്പോൾ ഇരട്ടിയിലധികം അവർ കൂടുതലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പരമാവധി നമ്മളെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാമോ, ഏത് രീതിയിലൊക്കെ ഈ വാർഡിനെ പുറകോട്ടടിക്കാമോ എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം. ഞങ്ങൾ എത്ര ശബ്ദമുയർത്തി പല വിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സമരങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ പ്രതിഷേധിച്ചിറങ്ങി പോകാറുണ്ട്, വിയോജനക്കുറിപ്പുകൾ കൊടുക്കും. കഴിഞ്ഞിടങ്ങളിൽ തന്നെ പല കാര്യങ്ങൾക്കും വിയോജനക്കുറിപ്പ് കൊടുത്ത് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ 5 പേരേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF വളരെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്യും. ഈ പഞ്ചായത്ത് UDFൻ്റെ കൈകളിൽ ഒതുക്കി ഈ UDF ഇനി ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്ന് വരുന്ന ഏതെങ്കിലും വാർഡിൽ നിന്ന് ജയിച്ചു വരുന്ന മറ്റേ ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല. അവരെയും ജയിച്ചു വന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ മുന്നേറുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് പഞ്ചായത്തിന്റെ പല പദ്ധതികളും തിരക്കിട്ട് പൂർത്തിയാക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പല മേഖലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 5-ാം തീയതിയോടുകൂടി എന്തായാലും പ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പണി പൂർത്തിയാക്കാത്ത കെട്ടിടങ്ങൾ പോലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം പടപടേന്ന് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ അതിന് കല്യാണ മണ്ഡപത്തിൻ്റെ ഒന്നും ആയിട്ടില്ല, അതിപ്പോൾ അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു. ഇന്ന് വേറെ എന്തോ ഒരു ഉദ്ഘാടനം, അതൊന്നും ഞങ്ങളെ അറിയിക്കുന്ന പോലുമില്ല. എല്ലാം അവർ വരും, മന്ത്രിയും വരും, അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരും കൂടും, അവർ കൂടിയെന്ന് ഉദ്ഘാടനം ചെയ്ത് പോവുകയാണ്. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടക്കേണ്ട പരിപാടികളൊക്കെ ഒട്ടനവധി പരിപാടികൾ കല്യാണ മണ്ഡപത്തിൽ നടക്കേണ്ട പരിപാടികളാണ്. പഞ്ചായത്തിൻ്റെ പുറത്ത് മുറ്റത്ത് വലിയ സ്റ്റേജ് കെട്ടി ഒരാഴ്ച നീണ്ടു നടക്കുന്ന പദ്ധതി, അതിന് 2 ലക്ഷം രൂപയാണ് ചിലവ് വന്നത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിപ്പോരിയത് 2 ലക്ഷം രൂപ ചിലവ് വന്നത് പദ്ധതി. ഓരോ പരിപാടികൾ അവർ നടത്തുകയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അവർ നടത്തുന്ന പരിപാടികൾ ജനങ്ങൾക്ക് നാളുകളിൽ ഉപകാരം കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല, ദൂർത്തടിച്ച് ചിലവാക്കുന്ന ഒരു സംവിധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങൾ പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് UDF എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും സജ്ജമായോ?
കോൺഗ്രസ് സജ്ജമായി. അവർ ഇനിയിപ്പോൾ ഏതാനും ചില വാർഡുകളിൽ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ട് നിർണ്ണയിക്കാൻ. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എന്തായാലും യാതൊരു പ്രശ്നങ്ങളും കൂടാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സീറ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ ജയസാധ്യതയോടുകൂടി തന്നെ ഈ പ്രാവശ്യത്തെ ഭരണം UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി പൂർണ്ണമായ ശ്രമത്തിലാണ് കോൺഗ്രസും UDFും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.